നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് SDPI ധാരണ തുടരുന്നു. സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അംഗങ്ങൾക്ക് SDPI പിന്തുണ. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്കും കോൺഗ്രസ് അംഗങ്ങൾ SDPI പിന്തുണയോടെ വിജയിച്ചു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കുമെന്ന് CPM. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ പഞ്ചായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ BJP അംഗത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതായി CPM ആരോപണം. ഇതിനെ തുടർന്ന് CPM അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ. ഗുരുവായൂർ മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. നാടിന്റെ പരമ്പരാഗത ആഘോഷമായ പിണ്ടിപ്പെരുന്നാളിന്റെ നിറവിൽ കുന്നംകുളം ജനത. നടുപ്പന്തിയും അങ്ങാടികളും ഉൾപ്പെടെയുള്ള മേഖലയിൽ നടന്ന ആഘോഷം വർണ്ണാഭം. കുന്നംകുളം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പിണ്ടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഇന്നലെയാണ് ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4 തവണ MLA-യും 2 തവണ മന്ത്രിയുമായിരുന്നു. മധ്യകേരളത്തിലെ ലീഗിന്റെ ജനകീയ മുഖമായിരുന്നു. MSF-ലൂടെയാണ് VK ഇബ്രാഹിം കുഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. 2001-ലും 2006-ലും മട്ടാഞ്ചേരിയിൽ നിന്ന് മത്സരിച്ചു. 2011-ലും 2016-ലും കളമശ്ശേരിയെ പ്രതിനിധീകരിച്ചു. മട്ടാഞ്ചേരി മണ്ഡലത്തിന്റെ അവസാന MLA, കളമശ്ശേരി മണ്ഡലത്തിന്റെ ആദ്യ MLA എന്നീ വിശേഷണങ്ങളും VK ഇബ്രാഹിം കുഞ്ഞിന് അവകാശപ്പെട്ടതാണ്. 2005 മുതൽ 2006 വരെ വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു. 2011 മുതൽ 2016 വരെ പൊതുമരാമത്ത് മന്ത്രിയായി. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് 4 തവണ അദ്ദേഹം MLA ആയി. നിലവിൽ IUML നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് SDPI ധാരണ തുടരുന്നു. സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അംഗങ്ങൾക്ക് SDPI പിന്തുണ നൽകി. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്കും കോൺഗ്രസ് അംഗങ്ങൾ SDPI പിന്തുണയോടെ വിജയിച്ചു. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് 14-ാം വാർഡ് ചൊവ്വന്നൂരിൽ നിന്നുള്ള ലിസി ജോയ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് 2-ാം വാർഡ് പൂശപ്പള്ളിയിൽ നിന്നുള്ള ജിഷ അനിൽ എന്നിവരാണ് SDPI പിന്തുണയോടെ വിജയിച്ചത്. ഇരുവരും കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ്. ചൊവ്വാഴ്ച രാവിലെ 10:30-യോടെ വരണാധികാരിയായ കുന്നംകുളം താലൂക്ക് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ രാജേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുണ്ടായതിന് സമാനമായ രീതിയിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ SDPI പിന്തുണച്ചത്. കോൺഗ്രസിന്റെ 5 അംഗങ്ങളും SDPIയുടെ 2 അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തിയതോടെയാണ് CPIM-ന്റെ 6 അംഗങ്ങളെ മറികടന്ന് കോൺഗ്രസ് അംഗങ്ങൾക്ക് വിജയിക്കാനായത്. ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗത്തെ തെരഞ്ഞെടുക്കുന്നതിൽ നിന്നും SDPI വിട്ടുനിന്നു. ഇതോടെ 11-ാം വാർഡ് മാന്തോപ്പിൽ നിന്നുള്ള CPIM-ലെ ഷഹർബാൻ കോൺഗ്രസ് അംഗം ഐശ്വര്യയെ പരാജയപ്പെടുത്തി. ഷഹർബാന് 6 വോട്ടും ഐശ്വര്യയ്ക്ക് 5 വോട്ടുകളുമാണ് ലഭിച്ചത്. SDPIക്ക് പുറമെ BJP അംഗവും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വികസന സ്ഥിരം സമിതിയിലേക്ക് CPIM-ൽ നിന്നും സുജീഷയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് രതിയുമാണ് മത്സരിച്ച് പരാജയപ്പെട്ടത്. SDPI പിന്തുണയോടെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചത് സംസ്ഥാനത്താകെ കോൺഗ്രസ് നേതൃത്വത്തിന് നാണക്കേടും തലവേദനയും സൃഷ്ടിച്ചിരുന്നു. പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും നേതൃത്വത്തെ തള്ളി സ്ഥാനങ്ങളിൽ തുടരുന്ന ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് SDPI ധാരണ തുടർന്നതും കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചതും. ഇതോടെ വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് SDPI ബാന്ധവം, പുന്നൻ ഔഷാദ് വധക്കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കണമെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗവും ചൊവ്വന്നൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുമായ KK സതീശൻ. ആരെ കൊലപ്പെടുത്തിയാലും രക്തസാക്ഷിയാക്കിയാലും അതൊന്നും പ്രശ്നമല്ല, ഭരണമാണ് പ്രധാനമെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. നടക്കാനിരിക്കുന്ന മറ്റ് സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പുകളിലും ഇത് ആവർത്തിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് എന്നും ഈ സാഹചര്യത്തിൽ വിജയിച്ച അംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നതെന്നറിയാൻ താൽപ്പര്യമുണ്ടെന്നും KK സതീശൻ, CPM ചൊവ്വന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മിറാഷ് എന്നിവർ പറഞ്ഞു.
കോൺഗ്രസ് SDP പിന്തുണ കൃത്യമായി വാങ്ങുന്നു എന്ന് മാത്രമല്ല, അവർ പറഞ്ഞ എല്ലാ തെറ്റായ വാർത്തകൾക്കും അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. തെറ്റായ വാർത്തയാണ് അവർ നേരത്തെ പറഞ്ഞത്. അവർക്ക് യാതൊന്നും അറിയില്ല, അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ വളരെ കൃത്യമായി SDP പിന്തുണ അവർ നിരുപാധിക പിന്തുണയല്ല, അവർ ചങ്ങാത്തത്തിൽ തന്നെയാണ് വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉള്ളത്. ഇനി അടുത്ത ദിവസം നടക്കുന്ന മറ്റേ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലേക്ക് ഇത് തന്നെ അവർ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് തെരഞ്ഞെടുപ്പിൽ നടന്ന രണ്ടംഗങ്ങൾ കോൺഗ്രസ് അംഗങ്ങൾ തന്നെയാണ്. ആ രണ്ടംഗങ്ങളെയും എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? SDP പിന്തുണയോടുകൂടി ജയിച്ച ലിസി ജോയ്ക്കും അതുപോലെ തന്നെ ജിഷ അനിലിനും കോൺഗ്രസിൻ്റെ വോട്ടുകൾക്ക് പുറമെ SDP വോട്ടുകൾ കൂടി ലഭിച്ചതിൻ്റെ മുകളിൽ എന്ത് നിലപാടാണ് ഇനി കോൺഗ്രസ് സ്വീകരിക്കുക എന്നത് അറിയാൻ താല്പര്യമുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ പഞ്ചായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ BJP അംഗത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതായി CPM ആരോപണം. ഇതിനെ തുടർന്ന് CPM അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ താമര വിരിഞ്ഞു തെറിഞ്ഞില്ലേ? 19 വാർഡുകളുള്ള വേലൂർ പഞ്ചായത്തിൽ 9 കോൺഗ്രസ്, 9 CPM, 1 BJP എന്നിങ്ങനെയാണ് കക്ഷിനില. കോൺഗ്രസിനും CPMനും തുല്യാംഗങ്ങളായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിന് ലഭിച്ചു. ചൊവ്വാഴ്ച നടന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ CPMിലെ ശുഭ അനിൽകുമാർ മത്സരിച്ചുവെങ്കിലും സ്വയം തയ്യാറായി മുന്നോട്ട് വന്ന BJP അംഗമായ AJ രഞ്ജീവിനെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള 9 കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണച്ച് വിജയിപ്പിക്കുകയായിരുന്നുവെന്ന് CPM അംഗങ്ങൾ ആരോപിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJP പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് കൈപ്പൊക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ എമ്പാടും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJPയും കോൺഗ്രസ് നടത്തുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലും ചൊവ്വനൂർ ഗ്രാമപഞ്ചായത്തിലും നമ്മളിത് കണ്ടതാണ്. ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് നടത്തിയ പ്രതിഷേധം. ഇത് കേരളത്തിൽ തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോൺഗ്രസിന്റെ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു അംഗം പോലും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ അനുകൂലിച്ചൊരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയ കോൺഗ്രസ് ജനവിധിയെ അട്ടിമറിക്കുകയാണെന്നും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും LDF വേലൂർ പഞ്ചായത്ത് കൺവീനർ KG ഗോപിനാഥൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. CPM അംഗങ്ങളായ ജമീല രാജീവ്, ശുഭ അനിൽകുമാർ, AS ചന്ദ്രൻ, ബിന്ദു സദനൻ, അഷ്ന KV, ഗീത ബാലകൃഷ്ണൻ, ശ്രീമതി ജനാർദ്ദനൻ, ഷൈനി ജിബിൻ, കവിത ബൈജു എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസ് BJP സഖ്യമെന്ന CPM ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പറഞ്ഞു. ജനുവരി 5-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ 3 കോൺഗ്രസ് അംഗങ്ങൾ വിജയിച്ചിരുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ വനിതാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് നോമിനേഷൻ ഇല്ലാത്തതിനാൽ യോഗം അവസാനിപ്പിച്ച് ജനുവരി 6-ന് വീണ്ടും യോഗം നടത്തുകയായിരുന്നു. ഇന്നും ധനകാര്യ കമ്മിറ്റിയിലേക്ക് ആരും നോമിനേഷൻ നൽകിയില്ല. പിന്നീട് ഒഴിവുകൾ നികത്തുന്നതിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഒരംഗവും CPMിലെ ഒരംഗവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പ്രസിഡന്റ് ഒഴികെയുള്ള പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസിനും കോൺഗ്രസ് CPMനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഒഴിവുള്ള വികസന കമ്മിറ്റിയിലേക്ക് BJP അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിൽ CPM അംഗങ്ങൾ എതിർത്തിട്ടില്ല. മറിച്ചുള്ള ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പ് 9-ാം തീയതി നടക്കുമെന്നും സ്വപ്ന രാമചന്ദ്രൻ അറിയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM ആരോപണം അടിസ്ഥാനരഹിതമാണ്. BJPക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് CPM പറഞ്ഞുണ്ടാക്കുന്നത്. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നിലപാടുകളായിട്ട് കോൺഗ്രസ് പോകുന്നത്. BJPയുടെ അംഗം ഒരു സ്ഥലത്ത് പോലും വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല, നോമിനേഷൻ കൊടുത്തിട്ടില്ല, എല്ലാ സമയത്തും വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഈ CPM അവർക്ക് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നഷ്ടപ്പെടുന്ന ഉള്ള ഒരു വേവലാതി പ്രകാരമുള്ള
ആ വേവലാതി പ്രകാരം ഉണ്ടാക്കിയ ഒരു ആക്ഷേപം മാത്രമാണ്. ഇത് കൃത്യമായിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം മാത്രമാണ്. CPM കോൺഗ്രസ് ഒരിക്കലും BJP ആയിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഗുരുവായൂർ നഗരസഭയിൽ 2 BJP അംഗങ്ങൾ ഹാജരാകാത്തതിനെ തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായില്ല. വികസനകാര്യം, വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലാണ് 2 അംഗങ്ങളുടെ കുറവ് വന്നത്. BJP അംഗങ്ങളായ ശോഭ ഹരിനാരായണൻ, കൃഷ്ണപ്രിയ എന്നിവരാണ് തെരഞ്ഞെടുപ്പിന് എത്താതിരുന്നത്. ഇതേ തുടർന്ന് വ്യാഴാഴ്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് വരണാധികാരി N. വിജയകുമാർ അറിയിച്ചു. നഗരസഭയിലെ 46 വാർഡുകളിൽ നിന്നുള്ള കൗൺസിലർമാരും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കണം. LDF-ലെയും UDF-ലെയും മുഴുവൻ അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനാർത്ഥികളിലേക്കും ആവശ്യമായ അംഗങ്ങൾ മാത്രം പത്രിക നൽകിയതിനാൽ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നില്ല. വ്യാഴാഴ്ചത്തെ തെരഞ്ഞെടുപ്പിലും അംഗങ്ങൾ ഹാജരായില്ലെങ്കിൽ ഇവരെ വരണാധികാരി ഏതെങ്കിലും കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തും. ചൊവ്വാഴ്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കും. ഇതിൽ നിന്ന് അധ്യക്ഷന്മാരെ തീരുമാനിക്കും. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വോട്ടെടുപ്പില്ലാതെയാണ് 3 സ്ഥിരം സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. ചൊവ്വാഴ്ച രാവിലെ 10:30 പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ധനകാര്യത്തിനു പുറമെ വികസനം, ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസം എന്നീ സ്ഥിരം സമിതികളിലേക്കാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ധനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റായ ജിഷ സുനിൽകുമാറിനെ കൂടാതെ ഭവ്യ നിഖിൽ, PM ഉമ്മർ, അനുഷ ഷാഫർ, ജെസി ജോസഫ് എന്നിവരാണ് ധനകാര്യ സ്ഥിരം സമിതിയിൽ അംഗങ്ങൾ. വികസനകാര്യ സ്ഥിരം സമിതിയിൽ LDF-ൽ നിന്നും ഷീബ ശിവരാമൻ, KA രമേശ്, ശൈല പുഷ്പാകരൻ എന്നിവരും UDF-ൽ നിന്ന് TO സെബി, ഷെയ്സ്ന ജംഷീർ എന്നിവരും അംഗങ്ങളാണ്. ക്ഷേമകാര്യ സമിതിയിൽ ജൂലറ്റ് വിനു, ഹക്കിം PS, സഹല എന്നിവർ LDF-ൽ നിന്നും, KL പോൾസൺ, റസിയ അലി എന്നിവർ UDF-ൽ നിന്നും ഉൾപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ LDF അംഗങ്ങളായ സച്ചിൻ പ്രകാശ്, മിനി രാജേഷ്, CM ലിജു എന്നിവർക്കൊപ്പം UDF-ലെ അനീഷ് ആന്റണിയും അംഗമാണ്. തെരഞ്ഞെടുപ്പിൽ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ മനോജ് വരണാധികാരിയായി. 20 അംഗ ഭരണസമിതിയിൽ LDF-ന് 13 അംഗങ്ങളും UDF-ന് 7 അംഗങ്ങളുമാണുള്ളത്. സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ മുഴുവൻ സ്ഥിരം സമിതികളുടെയും അധ്യക്ഷസ്ഥാനം LDF ഉറപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി CPIM-ലെ ശൈല പുഷ്പാകരനും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി കേരള കോൺഗ്രസ് M-ലെ ജുലറ്റ് വിനുവും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാനായി സച്ചിൻ പ്രകാശും തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സ്ഥിരം സമിതികളുടെ അധ്യക്ഷസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിൽ CPM-ന് സമ്പൂർണ്ണ ആധിപത്യം. ചൊവ്വാഴ്ച രാവിലെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ധനകാര്യം, വികസനം, ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസം തുടങ്ങി 4 സ്ഥിരം സമിതികളിലും CPIM ആധിപത്യം. വൈസ് പ്രസിഡന്റ് CK സുദീപ ചെയർപേഴ്സണായ ധനകാര്യ സ്ഥിരം സമിതിയിൽ സൗമ്യ നിമീഷ്, വിനു ജോൺസൺ, ജോൺ കാക്കശ്ശേരി എന്നിവരാണ് മറ്റംഗങ്ങൾ. വികസനകാര്യ സ്ഥിര സമിതിയിൽ സുനിത ഉണ്ണിമോൻ, VK ദാസൻ, സുൽഫത്ത് ബക്കർ, സിമി സ്റ്റെൽസൺ എന്നിവരംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ നിവ്യ റെനീഷ്, സാഫിറ അസീസ്, KT മനോജ്, ലിയ ജോജോ എന്നിവരാണ് അംഗങ്ങൾ. സൗമ്യ ധനൻ, VV തിലകൻ, AV ഗംഗാധരൻ മാസ്റ്റർ, ആൻലി GB എന്നിവരും അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് വരണാധികാരിയായ കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A മൊയ്തീൻ നേതൃത്വം നൽകി. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനായി 16-ാം വാർഡ് അംഗം VK ദാസനും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി നിവ്യ റെനീഷും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാനായി VV തിലകനും തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. മൂവരും മുൻപ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായിരുന്നു. ചാവക്കാട് നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. വികസനം, പൊതുമരാമത്ത്, ക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ കമ്മിറ്റികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മത്സരമില്ലാതെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. 33 അംഗ നഗരസഭയിൽ LDF 21, UDF 12 എന്നിങ്ങനെയാണ് കക്ഷിനില. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ G പ്രണവ് വരണാധികാരിയായി. വെള്ളിയാഴ്ചയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ്. മറ്റു വാർത്തകൾ. ഗുരുവായൂർ മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ടോറസ് ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാക്കിർ, ബസ്സിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ ശ്രേയസ്, സുദീപ്, അരുൺകുമാർ, ശാന്തകുമാർ, ഭരത്, ചിരന്ത്, അർജുൻ, ഹാരിഷ്, നാഗേഷ് ഹരിഹരൻ, മരത്, രാജ്കുമാർ, നാഗരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ രാജ്കുമാറിനും നാഗരാജനുമാണ് ഗുരുതര പരിക്ക്. ടോറസിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ ഷാക്കിറിനെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്.
മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ ഇന്ന് പുലർച്ചെ 1:30 അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിന്നും ഇടത്തോട്ട് തിരിയുന്നതിനു പകരം ബസ് വലതുഭാഗത്തുകൂടെ കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന ടോറസ് ബസ്സിലിടിക്കുകയായിരുന്നു. 50 മീറ്ററോളം ബസ്സിനെ തള്ളി നീക്കി സമീപത്തെ വീട്ടുമതിൽ തകർത്തു. മുസ്ലിം വീട്ടിൽ സുഹറയുടെ വീട്ടുമതിലാണ് തകർന്നത്. സമീപത്തെ 4 കടകളുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഹയാത്ത് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് അമല ആശുപത്രിയിലേക്കും അശ്വിനി ആശുപത്രിയിലേക്കും മാറ്റി. ദിശ മാറി വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് അത്താണി ജംഗ്ഷനിൽ പതിവായിരിക്കുകയാണ്. ദീപപ്രഭയിൽ കുളിച്ച് കുന്നംകുളം. ചരിത്രപ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ദനഹ പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. നാടും നഗരവും ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കെ കുന്നംകുളത്തിന്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ദനഹ പെരുന്നാളിന് തുടക്കമായി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിന്റെ സ്മരണ പുതുക്കുന്ന ആഘോഷം ജാതിമത ഭേദമന്യേ കുന്നംകുളത്തുകാർ ഒരേ മനസ്സോടെയാണ് കൊണ്ടാടുന്നത്. പെരുന്നാളിന്റെ പ്രധാന ആകർഷണമായ പിണ്ടികൾ അലങ്കരിക്കുന്ന തിരക്കിലാണ് നാടും നഗരവും. പ്രധാനമായും അങ്ങാടികളിലാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദീപാലംകൃതമായ അങ്ങാടികൾ കുന്നംകുളത്തെ പ്രത്യേകതയാണ്. വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ പിണ്ടികളിൽ മൺചിരാതുകൾ മറ്റ് അലങ്കാര വിളക്കുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളി, വടക്കേ അങ്ങാടി, കിഴക്കേ അങ്ങാടി, പടിഞ്ഞാറേ അങ്ങാടി തുടങ്ങിയ വിവിധ പള്ളികളിൽ പെരുന്നാൾ ശുശ്രൂഷകൾ, പ്രദക്ഷിണങ്ങൾ തുടങ്ങിയവ നടക്കും. വിവിധ ഇടവകകളിൽ നിന്നുള്ള ആഘോഷാരവങ്ങൾ അങ്ങാടി കേന്ദ്രീകരിച്ച് സംഗമിക്കുന്നതാണ് പെരുന്നാളിന്റെ പ്രധാന രീതി. വിവിധ പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളും നടക്കും. കേവലം ഒരു ക്രൈസ്തവ ആഘോഷം എന്നതിലുപരി കുന്നംകുളത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേരുന്ന സാംസ്കാരികോത്സവം കൂടിയാണിത്. വിദേശങ്ങളിൽ നിന്നുള്ളവർ പോലും പിണ്ടിപ്പെരുന്നാൾ കൂടാനായി നാട്ടിലെത്താറുണ്ട്. നാടിന്റെ പരമ്പരാഗത ആഘോഷമായ പിണ്ടിപ്പെരുന്നാളിന്റെ നിറവിൽ കുന്നംകുളം ജനത. നടുപ്പന്തിയും അങ്ങാടികളും ഉൾപ്പെടെയുള്ള മേഖലയിൽ നടന്ന ആഘോഷം വർണ്ണാഭമായി. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പിണ്ടി ഫെസ്റ്റും സംഘടിപ്പിച്ചു. പിണ്ടി ഫെസ്റ്റിനോടനുബന്ധിച്ച് വലിയങ്ങാടിയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. കക്കാട് കാരണവപ്പാട്, മണക്കുളം ദിവാകര രാജ, വടുതല സുന്നി ജുമാ മസ്ജിദ് ഖത്തീബ് കമാലി സുബൈർ അൻവരി, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, തെക്കേ അങ്ങാടി പള്ളി വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, നഗരസഭാ കൗൺസിലർമാരായ മിനി മോൺസി, ജിഷ ബേബി, AS ശ്രീജിത്ത്, ലബീബ് ഹസൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, പിണ്ടി ഫെസ്റ്റ് സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ KK ബിനു, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. പിണ്ടി ഫെസ്റ്റിന് തുടക്കം കുറിച്ച് വിശിഷ്ടാതിഥികൾ ചേർന്ന് പിണ്ടികളിൽ തിരിതെളിയിച്ചു. കുന്നംകുളം നഗരസഭ മാനവ ഐക്യത്തിനായി നിലകൊള്ളുന്നുവെന്നതിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് പിണ്ടി ഫെസ്റ്റിന്റെ സംഘാടനം. മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് പ്രധാനമെന്ന് തിരിച്ചറിയുന്നവരാകണം ഭരണാധികാരികൾ. നാടിന്റെ ആഘോഷങ്ങൾ മതാടിസ്ഥാനത്തിലല്ല സംഘടിപ്പിക്കേണ്ടത്. ജനങ്ങളുടെ ഐക്യത്തിനും ഒരുമയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് നാടിന്റെ പുരോഗതിക്ക് ആധാരമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഞാൻ ഇതിനെ കാണുന്നത് ഒരു നാടിൻ്റെ തനതായൊരു ഉത്സവം. അത് ആ നാടിൻ്റെ നഗരസഭ ഏറ്റെടുത്ത് എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചു നിർത്തുന്നു. അത് നൽകുന്ന അതിൽ തന്നെ അതിൻ്റെ സന്ദേശം പൂർണ്ണമാണ്, വ്യക്തമാണ്. വേണമെങ്കിൽ പറയാം ഇത് ക്രിസ്ത്യാനിയുടെ പരിപാടിയാണ്, അത് ഞങ്ങൾ നടത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിഭാഗീയതയില്ലാതെ, അതുകൊണ്ടാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്, നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസും ഇതൊരു കുന്നംകുളം പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവിറ്റിയുടെ നാടാണ്. നമ്മളെല്ലാം ആഘോഷിക്കുകയാണ്. ആ ആഘോഷങ്ങൾ ഒന്നിച്ച് ഭംഗിയായിട്ട് മാനവ സൗഹൃദത്തിന് വേണ്ടി കൊണ്ടുപോകാൻ സാധിക്കുക. പിണ്ടി പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് കുറുമ്പത്തുരുത്ത് നവകേരള ചവിട്ടുനാടക കലാസമിതി ട്രൂപ്പിന്റെ ചവിട്ടുനാടകം അരങ്ങേറും. നഗരത്തിന്റെ പരമ്പരാഗത ആഘോഷമായ പിണ്ടി പെരുന്നാൾ നടത്തിപ്പിനായി നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ അനുവദിക്കുകയും നഗരസഭാ പരിധിയിലെ പ്രധാന 5 സ്ഥലങ്ങളിൽ കവാടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു.
ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 4 കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറൻ നടയിലെ ബാലാജി റെസ്റ്റോറന്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി കളക്ഷൻസ്, മഞ്ജുലാലിന് സമീപത്തെ ദേവകി ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത്. റെസ്റ്റോറന്റുകളിൽ നിന്ന് പഴകിയ ഇറച്ചി, കടലക്കറി എന്നിവയും കഴുകാതെ മുറിച്ചുവെച്ച സവാളയുമാണ് പിടിച്ചെടുത്തത്. സരസ്വതി കളക്ഷനിൽ നിന്ന് പഴകിയ കായ വറുത്തതും പിടിച്ചെടുത്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ദേവസ്വത്തിന്റെ പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിലെ ഹോട്ടലായ പഴയിടം രുചിയിൽ നിന്ന് നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും പിടികൂടി. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S. ഹർഷിദ്, CB പ്രവീൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ AB സുജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അരിമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവത്തിനിടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിലായി. തമിഴ്നാട് സ്വദേശിനി പളനി അമ്മാളനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പേരാമംഗലം സ്വദേശികളുടെ കുഞ്ഞിന്റെ മാലയാണ് പൊട്ടിച്ചെടുത്തത്. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായതിനാൽ ക്ഷേത്ര പരിസരത്തെല്ലാം തിങ്കളാഴ്ച വലിയ തിരക്കായിരുന്നു. ഇതിനിടെ രാത്രി 7 മണിയോടെയാണ് കുഞ്ഞിന്റെ മാല പൊട്ടിച്ചത്. ബഹളം കേട്ട ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും മാല പൊട്ടിച്ചെടുത്ത് യുവതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. നാട്ടുകാരും പോലീസും പിന്തുടർന്നതോടെ മാല അടുത്തുള്ള കടയിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവരെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പിന്നീട് അന്തിക്കാട് പോലീസിന് കൈമാറി. ക്ഷേത്ര ഉത്സവങ്ങളുടെ മറവിൽ മോഷണം നടത്തുന്ന സംഘത്തിലുള്ള ആളാണ് പിടിയിലായ യുവതിയെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. കുടുംബത്തിന്റെ പരാതിയിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തു. തൃശൂർ അതിരൂപതയിലെ നവവൈദികർക്ക് പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ സ്വീകരണം നൽകി. ധനഹ തിരുനാളിന്റെ ഭാഗമായി ഇടവകയിൽ പിണ്ടി തെളിയിക്കൽ മത്സരവും അരങ്ങേറി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തൃശൂർ അതിരൂപതയിലെ നവവൈദികർക്ക് സ്വീകരണവും ധനഹ തിരുനാളും ആഘോഷിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 ആരംഭിച്ച ദിവ്യബലിക്ക് ഫാദർ എഡ്വിൻ ജോർജ് അപ്പോക്കൊട്ട് മുഖ്യ കാർമ്മികത്വം നൽകി. ഫാദർ ജീസ് ചാഴൂർ വചന സന്ദേശം നൽകി. വൈദികരായ ജിജോ തറയിൽ, ആക്ടൻ പല്ലിശ്ശേരി, നിതിൻ താഴത്ത്, ജോസഫ് ബ്രഹ്മകുളം, ജാബിൻ ഐനിക്കൽ, ലോയ് ചിറമൽ, നോബൽ ഐനിക്കൽ, സാന്റിയോ എലവത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പള്ളിയങ്കണത്തിൽ ദർശന സഭ ഒരുക്കിയ പിണ്ടി തെളിയിച്ചുകൊണ്ട് നവവൈദികർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവകയിലെ കുടുംബ കൂട്ടായ്മകൾക്കായി പള്ളിയങ്കണത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ പിണ്ടി തെളിയിച്ചുകൊണ്ടുള്ള മത്സരവും സംഘടിപ്പിച്ചു. സഹവികാരി ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ നവവൈദികർക്ക് അനുമോദനവും ആശംസകളും നേർന്ന് സംസാരിച്ചു. ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ഫ്രാൻസി ചൊവ്വല്ലൂർ, ഹൈസൺ PA, സേവ്യർ വാഗയിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ CT ഫിലിപ്പ്, സെക്രട്ടറിമാരായ പിയൂസ് ചിറ്റ്ലപ്പള്ളി, ജോയ് ചിറമൽ, കേന്ദ്രസമിതി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി. നഗരസഭ 43-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് ഉദ്ഘാടനം ചെയ്തു. കാർ ആക്രമിച്ച കേസിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നേതാക്കളായ സാബു ചൊവ്വല്ലൂർ, CR ലാസർകുട്ടി, ബഷീർ പൂക്കോട്, PK മോഹനൻ, TA ഷാജി, C ശ്രീനിവാസൻ, പ്രസീത മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ സരസ് മേളയിൽ അട്ടപ്പാടി മൂക്കാലിയിലെ കരുവാര ചിന്തകി ഉന്നതികളിൽ നിന്നുയർന്ന സ്ത്രീ സംരംഭകത്തിന്റെ ആത്മവിശ്വാസത്തിൽ കുടുംബശ്രീയുടെ സരിത യൂണിറ്റ് ശ്രദ്ധേയമാകുന്നു. മേളയിലെ 19-ാം നമ്പർ വിപണന സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്ന സരിത യൂണിറ്റ് സ്റ്റാൾ ഇന്ന് ചെറുധാന്യങ്ങളുടെ സമ്പൂർണ്ണ ഹബ്ബായി മാറിയിരിക്കുകയാണ്. കുടുംബശ്രീയുടെ പിന്തുണയോടെ വീട്ടിൽ തന്നെ ആരംഭിച്ച സംരംഭത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച സുമ, പുഷ്പ, വിജയ, രേണുക എന്നിവരാണ് സരിത യൂണിറ്റിൻ്റെ ശക്തമായ മുഖങ്ങൾ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സംരംഭകരായി ഉയർന്ന ഇവർ ഇന്ന് നാടിന് തന്നെ മാതൃകയാവുകയാണ്. വരക്, ചാമ, തിന, റാഗി, മണിച്ചോളം എന്നിവ ഉൾപ്പെടെയുള്ള ചെറുധാന്യങ്ങളാണ് സ്റ്റാളിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ. ഇതോടൊപ്പം അട്ടപ്പാടിയിലെ ആദിവാസി ഉന്നതികളിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുകുന്തിരിക്കം സ്റ്റാളിൻ്റെ മുഖ്യ ആകർഷണമായി മാറുന്നു. സ്വന്തമായി കൃഷി ചെയ്ത കുരുമുളക്, കാപ്പി, മഞ്ഞൾ, ഇഞ്ചി എന്നിവയുടെ പൊടികൾ, കമ്പം, റാഗി, മണിച്ചോളം എന്നിവ മുളപ്പിച്ച് തയ്യാറാക്കുന്ന പോഷകാഹാരം, കുട്ടികൾക്കായി മില്ലറ്റ് ബിസ്ക്കറ്റ്, റസ്ക് എന്നിവയും സ്റ്റാളിൽ ലഭ്യമാണ്. ദിനംപ്രതി നിരവധി ഉൽപ്പന്നങ്ങളാണ് അട്ടപ്പാടി സ്റ്റാളുകളിൽ നിന്ന് വിറ്റുപോകുന്നത്. ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ സഹായത്തോടെ ആരംഭിച്ച ഈ സംരംഭം വഴി മാസത്തിൽ 5000 രൂപയിലധികം ലാഭം നേടാൻ കഴിയുന്നുണ്ടെന്ന് യൂണിറ്റ് അംഗങ്ങൾ പറയുന്നു. പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണകരമായ ട്രൂ സ്പൈസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ ആവശ്യക്കാരുണ്ടെന്നും
1 വർഷമായി വീടുകളിൽ തന്നെയാണ് നിർമ്മാണം നടക്കുന്നതെന്നും എം രേണുക പറഞ്ഞു. പ്രോജക്റ്റിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ സംരംഭം ട്രൂ പ്രൈസസ് ആണ്. അപ്പോൾ ധാന്യങ്ങളും ധാന്യ മിക്സും പൊടികളും എല്ലാം ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. പിന്നെ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് മണിച്ചോളം, കമ്പം, പിന്നെ രാഗിപ്പൊടി മുളപ്പിച്ചിട്ട് പൊടിച്ചതാണ്, ആരോഗ്യത്തിന് നല്ല കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ കടമൊന്നും തുടങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ സംരംഭത്തിൻ്റെ ചെയ്യുന്നത്. ഓർഡർ കിട്ടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ശേഖരിച്ചിട്ട് നമ്മൾ അട്ടപ്പാടിയുടെ മണ്ണിൽ നിന്നുയർന്ന ഈ സംരംഭകത്വ മാതൃക സ്വയം പര്യാപ്തതയിലേക്കുള്ള ആദിവാസി സ്ത്രീകളുടെ ആത്മവിശ്വാസ യാത്രയ്ക്ക് തെളിവാവുകയാണ്. ചാവക്കാട് എടക്കഴിയൂർ ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് പോലീസിന്റെയും വിവിധ കമ്മിറ്റി ഭാരവാഹികളുടെയും സംയുക്ത യോഗം ചേർന്നു. SHO VV വിമിൽ അധ്യക്ഷനായി. കാഴ്ചകൾ സമയം കൃത്യമായി പാലിക്കണമെന്നും DJ പോലെയുള്ള വലിയ ശബ്ദങ്ങൾ രാത്രി 10 മണിക്ക് അവസാനിപ്പിക്കണമെന്നും യോഗം തീരുമാനിച്ചു. കാഴ്ചകൾ കൊണ്ടുവരുന്ന ആനകൾക്ക് ഫിറ്റ്നസ്, ഇൻഷുറൻസ് എന്നിവ കൃത്യമായി പാലിക്കണമെന്നും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാഴ്ചകൾ കൊണ്ടുപോകരുതെന്നും ആൾക്കൂട്ടത്തിനിടയിലേക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ലെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഇല്യാസ് കല്ലൂരയിൽ, ഫഹദ് തങ്ങൾ, സക്കരിയ തങ്ങൾ, ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ തൊട്ടറിയാൻ ഓട്ടോ യാത്രയുമായി ഒരു വിദേശി. അമേരിക്കൻ സ്വദേശി ഷൈനാണ് ഓട്ടോയിൽ സഞ്ചാരം നടത്തി ഈ രാജ്യത്തിന്റെ സംസ്കാര പൈതൃകം തൊട്ടറിയുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന അഡ്വഞ്ചർ ട്രിപ്പിന്റെ ഭാഗമായുള്ള യാത്രയിൽ അമേരിക്കൻ സ്വദേശി ഷൈൻ യുവാക്കളുടെ ഈ കാലഘട്ടത്തിലെ മാനസിക ചിന്തകളെക്കുറിച്ച് പഠനം നടത്തുന്നതിനായുള്ള ഡോക്യുമെന്ററി ചിത്രീകരണവും നടത്തി. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ യാത്ര തിരിച്ച ഷെയ്നും സുഹൃത്ത് റോമിനും സഹായി ലിജോ ചാക്കോയും 14 ദിവസത്തെ യാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 3200 കിലോമീറ്റർ സഞ്ചരിച്ച് രാജസ്ഥാനിലെ ജയ്സൽമേർ എന്ന സ്ഥലത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചെത്തുന്ന മറ്റു ടീമംഗങ്ങളുമായി സംഗമിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ജയ്സൽമേർ വരെ യാത്ര ചെയ്യുവാണ്. ഈ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ബോയ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. യാത്രയിൽ കണ്ടുമുട്ടുന്ന 20-നും 35-നും മധ്യേ പ്രായമുള്ള യുവാക്കളുമായി ആശയവിനിമയം നടത്തുകയും പഠനം നടത്തുകയുമാണ് യാത്രയുടെയും ഡോക്യുമെന്ററി നിർമ്മാണത്തിന്റെയും ലക്ഷ്യം. 2 കൊല്ലത്തോളം ഷെയ്ൻ ഈ ഡോക്യുമെന്ററി ചിത്രീകരണത്തിനായി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കും. അഞ്ഞൂർ സ്വദേശി ലിവിന്റെ വീട്ടിലെത്തിയ സംഘം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ചെലവഴിച്ചാണ് യാത്ര പുനരാരംഭിച്ചത്. പ്രത്യേകമായി സജ്ജീകരിച്ച ഓട്ടോറിക്ഷയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് വ്യാപാര ഭവൻ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണവും യൂണിറ്റ് അംഗത്തിന് ഭദ്രം പ്ലസ് മരണാനന്തര സഹായ വിതരണവും നടത്തി. വ്യാപാരികൾക്ക് ഭീഷണിയായ വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, റോഡ് വികസനത്തിന്റെ പേരിൽ സ്ഥാപനം നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് കിഫ്ബി പറഞ്ഞ നഷ്ടപരിഹാര തുക ലഭ്യമാക്കാൻ ഇടപെടുക, വ്യാപാര ഭവനിലേക്കുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനം വ്യാപാരികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം സോണി സക്രിയ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മീന സാജൻ, ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൻഡോ പോൾ, സിമി അയ്യാൽ, ജംഷിറ ഷിഹാബ്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, പഞ്ചായത്ത് അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലേക്ക് താങ്ങും തണലും സംഘടന നൽകിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫുള്ളി ഓട്ടോമാറ്റിക് കെമിസ്ട്രി അനാലിസിന്റെ പ്രവർത്തന ഉദ്ഘാടനം MLA NK അക്ബർ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ AH അക്ബർ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, മുൻ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വാർഡ് കൗൺസിലർ P യതീന്ദ്രദാസ്, താങ്ങും തണലും ട്രസ്റ്റ് പ്രസിഡന്റ് ഷെജി വലിയകത്ത്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാംകുമാർ എന്നിവർ സംസാരിച്ചു. 6 ലക്ഷം രൂപ വില വരുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ രക്തപരിശോധനയ്ക്ക് ആവശ്യമായ മെഷീനാണ് താങ്ങും തണലും സംഘടന ആശുപത്രിക്കായി നൽകിയത്. ജനപ്രതിനിധികൾ, താങ്ങും തണലും പ്രതിനിധികൾ, താലൂക്ക് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു.
ചാവക്കാട് കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ മത്സ്യഫെഡിന്റെ സഹായത്തോടെ ധനസഹായ വിതരണം നടത്തി. 39,50,000 രൂപയുടെ സാമ്പത്തിക സഹായം 8 ഗ്രൂപ്പുകൾക്കായി വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ AH അക്ബർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ AA ശിവദാസൻ, പ്രസന്ന വിശ്വനാഥൻ, VV വിബീഷ്, വസന്ത വേണു, നസീമ അയൂബ്, സംഘം ജീവനക്കാരായ സക്കീന മുസ്തഫ, K സിന്ധു എന്നിവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് KV സന്തോഷ് സ്വാഗതവും സെക്രട്ടറി KS സനില നന്ദിയും പറഞ്ഞു. പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വ്ളോഗറും എഴുത്തുകാരിയുമായ രഞ്ജിനി വിനോദിന്റെ ക്ഷേത്രയാനം എന്ന വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, ഡോക്ടർ KB പ്രഭാകരൻ, KK വേലായുധൻ, മണലൂർ ഗോപിനാഥ്, ജയൻ K മേനോൻ, K സുഗതൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, പ്രഹ്ലാദൻ മാമ്പറ്റെ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിലായിരുന്നു പഞ്ചായത്തിലെ ആൽബൻഡസോൾ ഗുളിക വിതരണം ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീബ അധ്യക്ഷയായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് മുഖ്യാതിഥിയായി. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP ബോധവൽക്കരണ സന്ദേശം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ ആൻലി ജിബി, വിനു ജോൺസൺ, ഗംഗാധരൻ മാസ്റ്റർ, ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ലിയ ജോജു, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിൽ ബോധവൽക്കരണവും ഗുളിക വിതരണവും നടന്നു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത KV ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. പഞ്ചായത്തിലെ 2 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 5305 കുട്ടികൾക്ക് ആൽബൻഡസോൾ ഗുളിക നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ പഞ്ചായത്ത് അയ്യൂർ വെസ്റ്റ് 8ാം വാർഡിലെ 50 നമ്പർ അനുഗ്രഹ അംഗൻവാടിയിലെ കുട്ടികൾക്ക് വിരഗുളിക നൽകി. വാർഡ് മെമ്പർ മോനിഷ രജീഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർ അംബിക ജനാർദ്ദനൻ, അംഗൻവാടി വർക്കർ ബിന്ദു രാജൻ, ഹെൽപ്പർ മിശ്രിയ MF എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം പുതിയങ്ങാടി CH നഗർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുതിയങ്ങാടി CH നഗറിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നൈമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മുനിക്കക്കടവ് കോസ്റ്റൽ പോലീസിലെ നിതിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ലോഫിരാജ് മുഖ്യാതിഥിയായി. MB ഷാഹുൽ ഹമീദ്, ഹുസൻ ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഷബീർ പുതിയങ്ങാടി സ്വാഗതവും CS ഷാജഹാൻ നന്ദിയും പറഞ്ഞു. വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക നടത്തിയ കടന്നാക്രമണത്തിനെതിരെ CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി മങ്ങാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. KT സുരേഷ് കുമാർ അധ്യക്ഷനായി. TK ശിവൻ, CITU നേതാക്കളായ MS സിദ്ധൻ, ജിജി ആൻഡോ, PA ബൈജു, KR ശശി, ദിവ്യ മനോജ്, VA മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സഹോദയ കിഡ്സ് ഫെസ്റ്റ് വ്യാഴാഴ്ച ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ പ്രമുഖ CBSE സ്കൂളുകൾ മാറ്റുരയ്ക്കുന്ന വിജ്ഞാന കലാമാമാങ്കം വ്യാഴാഴ്ച രാവിലെ 9:30 നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. മത്സരങ്ങൾ തടസ്സമില്ലാതെ നടത്തുന്നതിനായി അത്യാധുനിക രീതിയിലുള്ള 22 വേദികളാണ് ഒരുക്കിയിട്ടുള്ളത്. 3000-ൽ പരം കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. 60 ഗ്രീൻ റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 55ഓളം CBSE സ്കൂളുകളിൽ നിന്നുള്ള കുരുന്നുകളാണ് മത്സരാർത്ഥികളായി എത്തുന്നത്. LKG, UKG ക്ലാസുകളിലെ കുട്ടികൾ 1ാം കാറ്റഗറിയിലും 1ഉം 2ഉം ക്ലാസ്സിലെ കുട്ടികൾ 2ാം കാറ്റഗറിയിലുമായാണ് വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകും. സമാപന സമ്മേളനത്തിൽ ഡാൻസർ ചെയ്തിക് ഗുരുവായൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സഹോദയ പ്രസിഡന്റും മുഖ്യ രക്ഷാധികാരിയുമായ ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു, അമൽ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഗഫൂർ നാലകത്ത്, മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണത്തയിൽ, മീഡിയ കൺവീനർ ഹുസൈൻ ചെറുവത്തൂർ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ഇടപെടൽ ഫലം കണ്ടു. മുതുവട്ടൂർ ചെറ്റിയാലക്കൽ ക്ഷേത്രത്തിന് സമീപം മിനി മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചു. ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ്
MLA NK അക്ബറിന് നിവേദനം നൽകിയിരുന്നു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. 7ാം വാർഡ് കൗൺസിലർ കെ റീന, DYFI മേഖലാ ട്രഷറർ PV നഹാസ്, MP ഷാനിദ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ ഡോക്ടർ ഫാദർ ജോഷി വാഴപ്പള്ളിയെ സ്നേഹപൂർവ്വം 1984 ബാച്ചിലെ സഹപാഠികൾ ആദരിച്ചു. തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ഫാദർ ജോഷി വാഴപ്പള്ളിയെ ആദരിച്ചു. സ്നേഹപൂർവ്വം കമ്മിറ്റി ഭാരവാഹികളായ PS ഗോപി, മല്ലിക, VS ഷാജൻ, സുധാകരൻ, ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. തിരുവേങ്കടാദ്രി ക്ഷേത്രത്തിൽ ദേശപ്പറയ്ക്ക് തുടക്കമായി. മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ദേശപ്പറ ആരംഭിച്ചത്. തിരുവേങ്കടത്തമ്മ ഭഗവതി ദേശത്തെ 500ഓളം ഭവനങ്ങളിൽ പരിവാര സമേതം നേരിട്ടെത്തുന്നുവെന്നാണ് ദേശപ്പറയുടെ ഐതിഹ്യം. ക്ഷേത്ര കോമരം ശ്രീധരൻ വെളിച്ചപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 15ഓളം വാദ്യ താള കലാകാരന്മാരുമായിട്ടാണ് ഭവനങ്ങളിലെത്തി പറയെടുക്കുന്നത്. മകരച്ചൊവ്വ ദിവസമായ ജനുവരി 20 സമാപിക്കും. ഷൺമുഖൻ തെച്ചിയിൽ, ഗുരുവായൂർ ജയപ്രകാശ്, ദാസൻ എടവന, ഗുരുവായൂർ കേശവദാസ്, T ശിവൻ, സുരേഷ് ഗുരുവായൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പറ നടക്കുന്നത്. കുന്നംകുളം യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 74ാം വാർഷിക കൺവെൻഷൻ ജനുവരി 7 മുതൽ 11 വരെ നടക്കും. കൺവെൻഷനിൽ ബ്രദർ ജോർജ് ചെറിയാൻ, ബ്രദർ ജോർജ് ഉമ്മൻ എന്നിവർ മുഖ്യ പ്രാസംഗികരാകും. പൊതുയോഗാനന്തരം രാത്രി വാഹന സൗകര്യം ഉണ്ടാകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,725 രൂപ, സ്വർണം പവന് 1,01,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചടങ്ങും ഇരിങ്ങപ്പുറം പൊന്നരാശ്ശേരി ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായിരുന്ന പൊന്നരാശ്ശേരി PA ബാലകൃഷ്ണൻ നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ചന്ദ്രിക ഭാര്യയും പരേതയായ വിദ്യ, വിപിൻ, ദിവ്യ എന്നിവർ മക്കളുമാണ്. കടപ്പുറം ഞോളി റോഡ് വടക്ക് താമസിക്കുന്ന പരേതനായ ആനാങ്കടവിൽ ബീരു മകൻ മുഹമ്മദ് അലി നിര്യാതനായി. 75 വയസ്സായിരുന്നു. സെഫിയ ഭാര്യയും മുഫീദ, മുനീഫ, മൂദ് എന്നിവർ മക്കളുമാണ്. ഖബറടക്കം കടപ്പുറം മുപ്പാപ്പ പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ചാവക്കാട് മണത്തല ഗുരുദേവൻ റോഡിൽ താമസിക്കുന്ന പനക്കൽ നാരായണൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ചാവക്കാട് നഗരസഭ ദ്വാരക ശ്മശാനത്തിൽ നടന്നു. ലീലഭാര്യയും ഗിരീഷ്, ഗീത എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ പരേതനായ മേപ്പറമ്പിൽ രവീന്ദ്രനാഥ് ഭാര്യ കാർത്തിക നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രഞ്ജിത്ത്, റജി എന്നിവർ മക്കളാണ്. കുന്നംകുളം ചൊവ്വന്നൂർ തേവർമഠം ലൈനിൽ പരേതനായ കോഴിശ്ശേരി വർക്കി മകൻ ജോർജ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആർത്താറ്റ് മാർത്തോമ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. വത്സഭാര്യയും സിന്ധു, ബിന്ദു, ജൂലി, സിനു, പരേതനായ എൽദോ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം ചെറുകുന്ന് പരേതനായ പുലിക്കോട്ടിൽ ചെറിയാൻ മകൾ ഷീല നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി വി നാഗൽ ബെറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടന്നു. മേരി മാതാവും ബേബി, തോമസ്, ജോയ്, ശാന്ത, ഗ്രേസി എന്നിവർ സഹോദരങ്ങളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് SDPI ധാരണ തുടരുന്നു. സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അംഗങ്ങൾക്ക് SDPI പിന്തുണ. വികസനകാര്യ സ്ഥിരം സമിതിയിലേക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്കും കോൺഗ്രസ് അംഗങ്ങൾ SDPI പിന്തുണയോടെ വിജയിച്ചു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കുമെന്ന് CPM. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ പഞ്ചായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗങ്ങൾ BJP അംഗത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതായി CPM ആരോപണം. ഇതിനെ തുടർന്ന് CPM അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ. ഗുരുവായൂർ മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. നാടിന്റെ പരമ്പരാഗത ആഘോഷമായി പിണ്ടിപ്പെരുന്നാളിന്റെ നിറവിൽ കുന്നംകുളം ജനത. നടുപ്പന്തിയും അങ്ങാടികളും ഉൾപ്പെടെയുള്ള മേഖലയിൽ നടന്ന ആഘോഷം വർണ്ണാഭം. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പിണ്ടി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.